എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വന്ദന ബിനു. നമ്മുടെ കേരളത്തിൽ കൊറോണ വല്ലാതെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കർ മൈക്കോസിസ്. ശരിക്കും പറഞ്ഞാൽ കൊറോണ വരുന്നതിന് മുമ്പേ ഈ ഒരു അസുഖം നമ്മൾ റെയറായിട്ട് ചില ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് കണ്ടുവന്ന ഒരു അസുഖമായിരുന്നു. അതായത് ഇപ്പം ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഗ്രൂപ്പിലുള്ള പേഷ്യൻസ്, ഇപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർ, അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഓൺ കീമോതെറാപ്പി, ഇല്ലെങ്കിൽ ലോങ് ടേം സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ ലോങ് ടേം ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്ന പേഷ്യൻസ്, ഉദാഹരണത്തിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻസ്, അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിലാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം, എസ്പെഷ്യലി ഈ സെക്കൻഡ് വേവ് വന്നതിന് ശേഷം ഇതിൻ്റെ ഇൻസിഡൻസ് വല്ലാതെ കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയെ തന്നെ മ്യൂക്കർ മൈക്കോസ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസ് മൂലം മോർ ദാൻ 5000 കേസസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഫംഗസ് കാരണം മോർ ദാൻ 130 ഡെത്ത്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കർ മൈക്കോസിസ്? അപ്പോൾ ഇതൊരു മോൾഡ് അല്ലെങ്കിൽ ഒരു ഫംഗൽ സ്പോറാണ്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ അന്തരീക്ഷത്തിൽ, മണ്ണിൽ, ഇപ്പം പാടത്ത്, കൃഷി, അവിടെയൊക്കെ അബണ്ടൻ്റായിട്ട് കണ്ടുവരുന്ന ഒരു ഫംഗൽ സ്പോർസാണ്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അതായത് നമ്മളെ പോലെയൊക്കെ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളവരിൽ നിന്ന് കാണാറില്ല, അത് എഫക്റ്റ് ചെയ്യത്തില്ല. ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർക്കാണ് ഈ ഫംഗസ് ബോഡി കയറി അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മുടെ ബോഡിയിൽ ഏത് ഓർഗൻസിലും വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. ഇപ്പം കൊറോണ സമയത്ത് നമ്മൾ മൂക്കിൽ കൂടെ ഈ എയർ ശ്വസിക്കുമ്പോഴത്തേക്ക് ഇതൊരു എയർബോൺ ട്രാൻസ്മിഷൻ ഉള്ളതുകൊണ്ട്, ഈ ബ്ലാക്ക് ഫംഗസ് എയർ വഴി ട്രാൻസ്മിഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ മൂക്കിലും സൈനസിലും പിന്നെ പെട്ടെന്ന് കണ്ണിലോട്ടും ബ്രെയിനിലോട്ടും പോയി എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ടിഷ്യൂസിനെ ഡിസ്ട്രോയ് ചെയ്യുക, അതായത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കാറി തിന്ന് ടിഷ്യൂസിനെ ഡെത്ത് ഉണ്ടാക്കുക, രക്തക്കുഴലിലൊക്കെ ചുരുക്കി ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യുക. അതാണ് ഈ ഫംഗസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡേഞ്ചറസ് ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ ബ്ലാക്ക് ഫംഗസിൻ്റെ രോഗലക്ഷണങ്ങൾ? അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം കൊറോണയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ പോസ്റ്റ് കൊറോണ, അതായത് കൊറോണ കഴിഞ്ഞ് ഉള്ള പേഷ്യൻസ് ആണെങ്കിലും നമ്മൾ ഒരു ഡേ 10 അല്ലെങ്കിൽ ഡേ 15 ഈ പറയുന്ന വാർണിംഗ് സിംറ്റംസ് കാണുവാണെങ്കിൽ, അതായത് സൈനസൈറ്റിസ് പോലെയാണ് തുടങ്ങുന്നത്. അതായത് പേഷ്യൻസിന് ആദ്യം ഒരു മൂക്കടപ്പ്, മൂക്ക് കൺജഷൻ, മൂക്ക് ചീറ്റുമ്പോഴത്തേക്ക് ഒരു ബ്ലഡ് സ്റ്റെയിൻ അല്ലെങ്കിൽ ഒരു കറുത്ത ഡിസ്ചാർജ്, മൂക്കിലിങ്ങനെ കറുത്ത പൊറ്റ പോലെ ഇരിക്കുക, അതിന് എസ്കാർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫേസിന് ഒരു വശത്ത് സ്വെല്ലിങ്ങും പെയിനും ഉണ്ടാകാം, കണ്ണിന് സ്വെല്ലിങ്ങും റെഡ്നെസ് പോലെ വരാം, കണ്ണിൽ ചിലപ്പം ചിലർക്ക് തെള്ളിയിരിക്കുന്ന പോലെയൊക്കെ വരാം. അതുപോലെ തന്നെ മൂക്കിന് ചുറ്റിനും സെൻസേഷൻസ് കുറഞ്ഞു വരാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏർലി സിംറ്റംസ്. കുറച്ചും കൂടെ ഡിസീസ് പ്രോഗ്രസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വാ തുറന്നാൽ വായുടെ മേളിൽ പാലറ്റിലൊരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ പോലെ കാണാം. അതുപോലെ ഫേസിൻ്റെ സ്കിന്നിൽ ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ കാണാം. അതിനാണ് ഇതിനെ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ണിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്താൽ വിഷൻ മങ്ങി വരിക, ഈവൻ ബ്ലൈൻഡ്നെസ് വരെ വന്നിട്ടുണ്ട്. ബ്രെയിനിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്താൽ പെട്ടെന്ന് ഒരു ഓൾട്ടേർഡ് മെൻ്റൽ സ്റ്റേറ്റ്, കൺഫ്യൂഷൻ, ഡിസോറിയൻറ്റേഷനൊക്കെ വരാം. അതുപോലെ തന്നെ ലങ്സിലോട്ട് താഴോട്ട് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്ക് ചുമ കൂടിയിട്ട് ഒരു ചെസ്റ്റ് പെയിനും ചെസ്റ്റ് ഡിസ്കംഫർട്ടും വരാം. ചുമയ്ക്കുമ്പം ഒരു ബ്ലാക്കിഷ് അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻ കഫം വരാം. ഈവൻ എക്സ്റേ കാണുമ്പം കോവിഡ് പേഷ്യൻസ്, ഇപ്പം ന്യൂമോണിയൊക്കെ ഉള്ളവർക്ക് ന്യൂ പാച്ചസ് പോലെയൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് മ്യൂക്കർ മൈക്കോസിൻ്റെ സിംറ്റംസ്. ഇതിന് ഇങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റ് വ്യക്തിയിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന ട്രാൻസ്മിഷനൊന്നുമില്ല. അതുപോലെ ആനിമൽസിനും ട്രാൻസ്മിഷൻ ഇല്ല. ഇപ്പം ബ്ലാക്ക് ഫംഗസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇതിന് ക്യൂർ ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ സയൻസ് ആൻഡ് സിംറ്റംസ് വഴി ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്താൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇതിനൊരു ക്യൂർ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഡയബറ്റീസ് എത്രയും പെട്ടെന്ന് അർജൻറ്റായിട്ട് കൺട്രോളിൽ കൊണ്ടുവരിക. ഇപ്പോൾ കൊറോണക്കാർ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ എപ്പോഴും ഒരു ഫിസിഷ്യൻ്റെ മോണിറ്ററിങ്ങിലെ അത് എടുക്കാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ തന്നെത്താൻ കൊറോണയുടെ മെഡിസിൻസ് സെൽഫ് മെഡിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പം ഷുഗർ ലെവൽസ് നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരുമ്പം തന്നെ ഇതിനോടുള്ള റിസ്ക് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ ഹൈജീൻ, അതായത് മാസ്ക് ധരിക്കുക, ക്ലീൻ ആൻഡ് ഹൈജീനിക് മാസ്ക് ഡെയിലി ധരിക്കുക. അതുപോലെ തന്നെ ഈ ഫംഗസ് വലുതായിട്ട് നോസിലും സൈനസിലൊക്കെ വികസിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സർജറി വഴി ഡിബ്രൈഡ് ചെയ്ത് ഈ ടിഷ്യൂസ്, ഈ ഡെഡ് ടിഷ്യൂസ് എല്ലാം നീക്കം ചെയ്യുക. എന്നിട്ട് ആൻറ്റി ഫംഗൽ തെറാപ്പി എത്രയും പെട്ടെന്ന് തുടങ്ങുക.
പല അവസരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഫംഗസ് വല്ലാതെ മോണയിലും കണ്ണിലോട്ടൊക്കെ സ്പ്രെഡായിട്ട് നമ്മൾ സർജറി വഴി ഫേസിൻ്റെ പല സ്ട്രക്ചേഴ്സും കണ്ണൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ അത് പേഷ്യൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറായിട്ടാണ്. അപ്പം അത്രയ്ക്ക് ഡേഞ്ചറസ് ആൻഡ് ഫാസ്റ്റ് ഗ്രോയിങ് അഗ്രസീവ് ഒരു ഫംഗസാണ് ഈ ബ്ലാക്ക് ഫംഗസ്. അപ്പം കൃത്യമായിട്ട് നമ്മൾ ഏർലി ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉള്ളൊരു കണ്ടീഷനാണ് ഈ ബ്ലാക്ക് ഫംഗസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.